+1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഷമീം സാർ വന്നിട്ടുള്ളത്. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. മറ്റൊന്നുമല്ല, പ്രോസ്പെക്ടസ് വന്നിട്ടുണ്ട്. 2025-26 പ്രോസ്പെക്ടസ് വന്നിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് +1 അപേക്ഷിക്കുക, ഏത് സൈറ്റിലൂടെയാണ്, ആർക്കൊക്കെ അപേക്ഷിക്കാം, ആർക്കൊക്കെ ബോണസ് പോയിന്റ് ഉണ്ട്, ആർക്കൊക്കെ മൈനസ് പോയിന്റ് ഉണ്ട്, എങ്ങനെയാണ് സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ട, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന പ്രോസ്പെക്ടസ് ആണ്. 31 പേജിൻ്റെ ഒരു പ്രോസ്പെക്ടസ് ആണ് മക്കളെ. അപ്പോൾ ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു PDF താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. ഇത് എവിടെ നിന്നാണ് ഈ ഒരു വിവരം കിട്ടിയെന്നല്ലേ? യെസ്, കാണിച്ചു തരാം മക്കളെ. നമ്മുടെ +1 നമ്മൾ അപേക്ഷിക്കുന്ന സൈറ്റ് ഉണ്ടല്ലോ, hscap.kerala.gov.in എന്ന ഈ ഒരു സൈറ്റിലൂടെയാണ് നമുക്ക് ഈ ഒരു PDF കിട്ടിയിട്ടുള്ളത്. വ്യൂ പ്രോസ്പെക്ടസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രോസ്പെക്ടസ് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ലിങ്കിൽ ഈ ഒരു PDF അവൈലബിൾ ആണ്. എല്ലാവരും എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രോസ്പെക്ടസ് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. പിന്നെ എല്ലാവരും +1 നിങ്ങൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഏത് കോഴ്സിനാണ് നിങ്ങൾ ചേരുന്നത് തീർച്ചയായിട്ടും ട്യൂഷനും പോയിട്ടുണ്ടാവണം. സയൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പോകണം. SLC റിസൾട്ട് ഫുൾ A+ കിട്ടിയെന്ന് കരുതിയിട്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് കണ്ടിട്ട് നിങ്ങൾ സയൻസ് എടുക്കല്ലേ, അങ്ങനെ നിരുത്സാഹപ്പെടുത്താൻ കുറേ ആൾക്കാരുണ്ടാവും. അത് വേറെ കാര്യം. അതായത് SLCയിൽ ഫുൾ A+ കിട്ടിയതിൻ്റെ പേരിൽ നിങ്ങൾ സയൻസ് എടുക്കാൻ പോകണ്ട എന്നുള്ള രീതിയിലുള്ള കമൻസുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ മക്കളെ, ഒന്ന് ഓർത്ത് നോക്കുക, നിങ്ങൾക്ക് സയൻസ് എടുക്കാനാണ് ആഗ്രഹം, നിങ്ങൾക്ക് ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ആ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സയൻസ് തന്നെ എടുക്കണം. മറ്റുള്ളവരെന്തോ പറഞ്ഞോട്ടെ, മറ്റുള്ളവരെന്ത് പറഞ്ഞാലും വേണ്ടില്ല. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, അതിനനുസരിച്ചുള്ള കോഴ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ അത് കൊമേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിരിക്കാം, ചിലപ്പോൾ സയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില കോഴ്സുകളാവാം. അപ്പോൾ ഏത് തന്നെ ആയാലും നിങ്ങൾക്ക് ട്യൂഷൻ നിർബന്ധമാണ്. ട്യൂഷൻ നിർബന്ധമാണ്. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ +1 അഗ്നി ബാച്ച് തന്നെയാണ്. നിങ്ങൾക്ക് സയൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൊമേഴ്സ് ആണെങ്കിൽ ജോല ബാച്ചും അവൈലബിൾ ആണ്. ജോല ബാച്ചിലാണെങ്കിലും അഗ്നി ബാച്ചിലാണെങ്കിലും ലൈവ് ആയിട്ടായിരിക്കും നിങ്ങൾ ക്ലാസ്സുകൾ കിട്ടുക. അപ്പോൾ ഈ വരെ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുത്ത് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ. പിന്നെ ഈ പ്രോസ്പെക്ടസിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഷമീം സാർ ഏറ്റവും ഉടൻ തന്നെ എന്ത് ഈ വീഡിയോസ് ആയിട്ട് ഷമീം സാർ തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം എന്ത് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നിങ്ങളുടെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പറ്റാറ്റ, ബൈ ബൈ.